നമസ്കാരം. ഇന്ന് ജ്യോതിഷപരമായി നോക്കുമ്പോൾ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസമാകുന്നു. ജൂലൈ 22 തിങ്കളാഴ്ച. ഇന്നേ ദിവസം ജ്യോതിഷപ്രകാരം സംഭവിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ചന്ദ്രൻ ശനിയുടെ രാശിയായ മകരം രാശിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കൂടാതെ ഇന്ന് ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പ്രതിപാദ തീയതി കൂടിയാണ്. അതായത് ഇന്ന് മുതലാണ് ശ്രാവണ മാസം ആരംഭിക്കുന്നത്. അതിനാൽ തന്നെ ശ്രാവണ മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച കൂടിയാണ് ഇന്ന്. ശ്രാവണ മാസം, തിങ്കളാഴ്ച എന്നീ ദിവസങ്ങൾ വന്ന് ചേർന്നിരിക്കുന്ന അത്ഭുതകരമായ ദിവസം. കാരണം പരമശിവന് അതിവിശേഷപ്പെട്ട മാസം തന്നെയാണ് ശ്രാവണ മാസം. എന്നാൽ ശ്രാവണ മാസം ആരംഭിച്ചിരിക്കുന്നത് ഭഗവാന്റെ വിശേഷപ്പെട്ട ദിവസമായ തിങ്കളാഴ്ചയും. അതിനാൽ വളരെയധികം പ്രാധാന്യം ഇന്നേ ദിവസത്തിനുണ്ട്. പ്രീതിയോഗം, ആയുഷ്മാൻ യോഗം, സർവാർത്ഥസിദ്ധി യോഗം, തിരുവോണ നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും ഇന്നേ ദിവസം നടക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസത്തിന് പ്രാധാന്യം ഇരട്ടിച്ചിരിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ഇന്നേ ദിവസം യോഗം കൊണ്ടിരിക്കുന്ന ശുഭകരമായ യോഗങ്ങളാൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ചില നക്ഷത്രക്കാർക്ക് വന്നു ചേരും. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും അഥവാ ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസം. പഴയ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരാം. ഒരു വഴി അടഞ്ഞാൽ മറ്റു പല വഴികളും തുറക്കപ്പെടുവാനുള്ള സാധ്യതകൾ ഇന്നു മുതലുണ്ട്. പല കാര്യങ്ങളിലും പ്രതിച്ഛായ നിലനിർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ ആത്മീയപരമായ പ്രവർത്തനങ്ങളിൽ പോലും വളരെയധികം താല്പര്യം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത്. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. കൂടാതെ സുഹൃത്തുക്കളുടെ സഹായത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും. പണം ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. കടം നൽകിയിട്ടുള്ള പണമാണ് എങ്കിൽ പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശിവകടാക്ഷമുള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ സമയം വളരെ പ്രയാസമേറിയ പല കാര്യങ്ങളും അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബുദ്ധിമുട്ടുള്ള ജോലികൾ പോലും എളുപ്പത്തിൽ അത് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെയധികം ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതിനാൽ വിജയങ്ങൾ, മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഇടവം രാശിക്കാർക്ക് അനുകൂലമായ ദിവസമാണ്. ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ദിവസം എന്ന് തന്നെ പറയാം. ശുഭവാർത്തകൾ പോലും തേടിയെത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ശിവലിംഗത്തിൽ പാൽ അല്ലെങ്കിൽ ജലം, തൈര്, കൂവളയില, അക്ഷതം, ദതുര, ഗംഗാജലം മുതലായ പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ച് ശിവചാലിസ പാരായണം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. സാധിക്കുന്നവർ ചെയ്യുക. അതല്ല എങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ഇന്നേ ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു രാശി കന്നി രാശിയാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ഒരു ദിവസം എന്ന് തന്നെ പറയാം. ഒരു വഴി അടഞ്ഞാൽ 100 വഴികൾ തുറക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ദിവസം. അല്ലെങ്കിൽ വരും ദിവസങ്ങളിലാണ് എങ്കിലും ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ പല കാര്യങ്ങളിലും വിജയിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വീട്ടിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം ശുഭകരമായ രീതിയിൽ തന്നെ, അതായത് ശരിയായ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. അത് നിങ്ങൾക്ക് വിജയം നേടിത്തരികയും പുരോഗതിക്കുള്ള വഴികൾ തുറക്കപ്പെടുകയും ചെയ്യും. കൂടാതെ പോസിറ്റീവായ മനോഭാവം നിങ്ങൾക്ക് ഇന്നേ ദിവസം വന്നു ചേരാം. അതിനാൽ തന്നെ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾ വിജയിക്കുന്നതായ സമയം കൂടിയാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ബന്ധം ശക്തമായി നിലനിൽക്കുവാൻ സാധിക്കുന്നതായ ദിവസമാണ്. കൂടാതെ ഇന്നേ ദിവസം കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ അത് വിജയമായി മാറുക തന്നെ ചെയ്യും. കൂടാതെ ഇന്നേ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക,
ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില ലാഭകരമായ കാര്യങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ ലാഭം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇന്നേ ദിവസം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ശുഭകരമായ ദിവസമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം പരമശിവന് ജലം അർപ്പിക്കുന്നതും കൂവളയില സമർപ്പിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. സാധിക്കുന്നവർ ഇന്നേ ദിവസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇന്ന് ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കുംഭം രാശിക്കാർക്ക് ഇന്നേ ദിവസം ഏറ്റവും അനുകൂലമായ ഒരു ദിവസമാണ് എന്ന് പറയാം. കാരണം ഇന്നേ ദിവസം നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ ഒരു ദിവസമാകുന്നു. വളരെ കാലമായി മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അത് ധനമാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നതായ സമയമാകുന്നു. കൂടാതെ കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കരിയറുമായി ബന്ധപ്പെട്ട് ചില അവസരങ്ങൾ ലഭിക്കാവുന്നതുമാണ്. സ്വാധീനമുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ആരോഗ്യ കാര്യങ്ങൾ സന്തുലിതമായി നിലനിർത്തുവാൻ സാധിക്കും. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ശുഭകരമായ യോഗങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് കാരണമായി തീരാം. മാനസികമായ സന്തോഷവും കുടുംബ സന്തോഷവും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. പ്രണയികൾക്കും അനുകൂലം തന്നെയാണ് സമയം. ഇന്നേ ദിവസം ചില പദ്ധതികൾ രൂപീകരിക്കുവാനും അത് അനുകൂലമാക്കി തീർക്കുവാനും സാധിച്ചു എന്ന് വരാം. ബന്ധങ്ങൾ ശക്തമായി നിലനിൽക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പ്രത്യേകമായി ഓർക്കേണ്ടതായ ഒരു കാര്യം, പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. എന്നാൽ ഈ സമയം പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ സമയമാകുന്നു. ചതിവ് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് മുൻകൂട്ടി കണ്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ്. ഇന്ന് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാനെ ഇന്നേ ദിവസം ആരാധിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ശിവക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദീപാരാധന തൊഴുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇന്നേ ദിവസം പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക. കാരണം ഇന്നേ ദിവസം ശ്രാവണമാസ ആരംഭം തന്നെയാകുന്നു. സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.